ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിൻ്റെ ഫുള്ള് സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് മെയിൻലി നമുക്ക് നോക്കാനുള്ളത്. ഇതിലിവിടെ ഏറ്റവും താഴെയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ജനറൽ, ഫിനാൻഷ്യൽ, പേഴ്സണലൈസേഷൻ, നോട്ടിഫിക്കേഷൻ, SEO, കസ്റ്റമൈസേഷൻ, അപ്ഡേറ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്കത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ ജനറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ജനറൽ ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ നെയിം, പ്ലാറ്റ്ഫോമിൻ്റെ ഇമെയിൽ, ഏതാണ് ഈ പ്ലാറ്റ്ഫോം കൊടുക്കാനുള്ള ഇമെയിൽ, അതിൻ്റെ ഫോൺ നമ്പർ, ലാംഗ്വേജ്, രജിസ്ട്രേഷൻ മെത്തേഡ് ഏതാണ്, ഇമെയിൽ വഴിയാണോ SMS വഴിയാണോ എന്നുള്ളതൊക്കെയാണ്. നമ്മളിപ്പോൾ SMS ഒന്നും എനേബിൾ അല്ല, അപ്പം ഇമെയിലായിട്ട് കൊടുക്കുക. അതിനകത്ത് ഏതാണ് ഇത് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. ഇനി ഫേവൈക്കൺ മേലവശത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഏറ്റവും മേലവശത്ത് വരുന്ന ഐക്കൺ ഏതാണ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഗോ ഏതാണ്, ഫൂട്ടറിലെ ലോഗോ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്കിത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം, ടൈറ്റിൽ കൊടുക്കുക, ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് പോകേണ്ട ലിങ്ക് കൊടുക്കുക. ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷനിൽ വരണമെന്നാണ്. ഇതിപ്പോൾ നമ്മൾ 1, ഇൻസ്റ്റാഗ്രാം 1, വാട്സപ്പ് 2, അങ്ങനെ ഇത് ഏതാണോ പൊസിഷനിൽ വരേണ്ടത് ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പൊസിഷനിലായിരിക്കും ഇത് വന്ന് നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇത് ഇതിപ്പോൾ നിങ്ങളൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ആപ്പ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ക്ലാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെക്യൂരിറ്റി ഓപ്ഷൻസ് ഇതൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്താണ് എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ നമ്മൾ ചേഞ്ച് സെറ്റിങ്സ് കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നേരത്തെ പറഞ്ഞ ഓരോ സെഷനിലും ഏതൊക്കെ ഇമേജസ് കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ അഡ്മിൻ ലോഗിൻ ചെയ്യുന്ന പോർഷനിൽ ഏത് ഇമേജ് കൊടുക്കണം, അഡ്മിൻ ഡാഷ്ബോർഡിൽ ഏത് ഇമേജ് കൊടുക്കണം, ലോഗിനിൽ വരുന്നിടത്ത് ഏത് ഇമേജ് കൊടുക്കണം, അങ്ങനെ രജിസ്ട്രേഷനിൽ വരുന്നിടത്ത് ഏത് ഇമേജ് കൊടുക്കണം, അങ്ങനെ ഓരോ പോർഷനിലും നമുക്ക് ഏതൊക്കെ ഇമേജുകൾ വരണം എന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡീഫോൾട്ട് പ്രൊഫൈൽ കവർ പിക്ചർ ഏതാണ് വരേണ്ടതെന്നുള്ളത് നമുക്കിപ്പം വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇതിൽ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് കവർ ഏതാണ് വരേണ്ടത്, ട്യൂട്ടോറിയൽ ഫൈൻ, അത് ഇങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അവിടെ നമ്മുടെ ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്ത് ഹോം സെക്ഷൻ ഉണ്ട്. ഹോം പേജിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഹോം പേജിൽ ആകെ 10 സെഷൻസ്, ലേറ്റസ്റ്റ് കോഴ്സും ഇൻസ്ട്രക്ടറും ടെസ്റ്റിമോണിയലും അഡ്വർടൈസിംഗ് പോർഷൻ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത് ഹോം പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ഹോം പേജിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഫുൾ വിത്ത് ഹെയർ സ്റ്റൈൽ. ഇതൊക്കെ നമ്മുടെ ഓരോ സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ മെയിൻലി യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആനിമേറ്റഡ് ഹീറോ സ്റ്റൈൽ. ഈ ഒരു സ്റ്റൈലായിരിക്കും നമ്മുടെ ഹോം പേജിൽ ഏറ്റവും ടോപ്പിലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എന്താണെന്ന് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇമേജ്, അതായത് നമ്മളൊരു ഫോണിൻ്റെ പടം കൊടുത്തിട്ടില്ല, ഗിഫ് ഇമേജ്, ആ ഇമേജ് ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതെപ്പോഴും സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ എനേബിൾ ലോട്ടിൽ ആനിമേഷൻ എന്ന് പറയുന്നത് ഇത് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇത് മാറ്റിയിട്ട് ഇതിന് പകരം നമ്മൾ ജെയ്സൺ ഫോർമാറ്റിലുള്ള ആനിമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഇത് എനേബിൾ ചെയ്താൽ മാത്രമാണ് ജെയ്സൺ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. ഗിഫായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ആനിമേറ്റഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചേഞ്ചസ് ചെയ്താലും സേവ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻലി നോക്കാനുള്ളത് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അതായത് ഈ വെബ്സൈറ്റിൻ്റെ ഫുൾ കളർ കാര്യങ്ങളൊക്കെ കോമ്പിനേഷൻ നമ്മൾ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് പ്രൈമറി ആയിട്ടുള്ള കളർ ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതാണ് കളർ വേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കളർ അവിടെ വരുന്നത്. അപ്പോൾ പ്രൈമറി ബോർഡർ, പ്രൈമറി ഹോവർ, ഇതെല്ലാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്മിൻ ടെംപ്ലേറ്റിൻ്റെ പ്രൈമറി കളർ. ഇതാണ്. ഇത് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണുള്ളത്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നിങ്ങൾക്കിത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പം ഒരുപാട് സെറ്റിങ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതെല്ലാം മാനുവലി ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓടിച്ച് നോക്കിയാൽ മതിയാവും. എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.